സ്കാർ സ്റ്റിച്ചിങ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ കാണിക്കുന്നത് ഈസി ആയിട്ട് സെറ്റ് മുണ്ട് എങ്ങനെ ഉടുക്കാം എന്നാണ്. അപ്പോൾ നമ്മൾ ആ സെറ്റ് മുണ്ട് ഉടുക്കുന്ന അതേ രീതിയിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കും. നമ്മളിങ്ങനെ അങ്ങ് ഒട്ടിച്ച് വെച്ചാൽ മതി, ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് എത്ര ഇഞ്ച് ഇറക്കമാണോ വേണ്ടത് ആ ഇറക്കം നമുക്ക് ഈ സെറ്റ് മുണ്ടിൽ അടയാളപ്പെടുത്തി അത്രയും നമുക്ക് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് വേണ്ട ഇറക്കത്തേക്കാൾ 1 ഇഞ്ച് കുറച്ച് വേണം എടുക്കാൻ. മുകളിൽ ബാൻഡേജ് വയ്ക്കും. അപ്പോൾ അത് കുറച്ചിട്ട് വേണം നമ്മൾ ഇറക്കം എടുക്കാൻ. ഇപ്പം 38 ഇഞ്ച് ഇറക്കമാണ് നമുക്ക് വേണ്ടതെങ്കിൽ 37 ഇഞ്ച് എടുത്താൽ മതി. ബാക്കി നമ്മൾ മുകളിൽ ബാൻഡേജ് വയ്ക്കും. അപ്പോൾ ഇനി ഈ ബോർഡർ കാണുന്ന ഭാഗം കണ്ടല്ലോ, അതിൻ്റെ ആ അരിവ് 2 വശവും നമ്മളൊന്ന് ചെറുതായിട്ട് മടക്കി തയ്ച്ചു കൊടുക്കണം. ഈ നൂലല്ല, ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരുമാതിരി എഴുന്ന് വരുത്തില്ല, അത് വരാതിരിക്കാൻ വേണ്ടി. അപ്പോൾ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട ഇതിൻ്റെ ഈ മധ്യഭാഗം അടയാളപ്പെടുത്തണം. മധ്യഭാഗം ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് അത് വേണ്ട ആ മധ്യഭാഗത്ത് ഇങ്ങനെ ഒരു പ്ലീറ്റ് ഇട്ട് സ്റ്റിച്ച് ചെയ്തേക്കണം. ബാക്കിൽ വരുന്ന ഭാഗമാണ് മധ്യഭാഗം എന്ന് ഉദ്ദേശിച്ചത് കേട്ടോ. നമ്മൾ ഈ സെറ്റ് മുണ്ട് ഇങ്ങനെ 2ആയിട്ട് മടക്കി പിടിക്കുമ്പം അതിൻ്റെ ആ മധ്യഭാഗം, ആ ഭാഗത്താണ് നമ്മൾ ഈ ഒരു പ്ലീറ്റ് ഇട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കരയൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ ഇത് 2ആയിട്ട് മടക്കിയിട്ട് ഇതിൻ്റെ മധ്യഭാഗത്ത് നമ്മളെ പ്ലീറ്റ് ഇട്ടെടുത്ത വശമുണ്ടല്ലോ, അവിടെ നിന്നും 2ആയിട്ട് മടക്കിക്കൊണ്ട് നമുക്ക് എത്ര ഇഞ്ചാണോ വണ്ണം വേണ്ടത് അതിൻ്റെ നേർപകുതി അടയാളപ്പെടുത്തണം. നമുക്കിപ്പം 40 ഇഞ്ച് വണ്ണമാണ് വേണ്ടതെങ്കിൽ 20 ഇഞ്ച് ഇവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തണം. നമുക്ക് വേണ്ട വണ്ണത്തേക്കാൾ 10 ഇഞ്ച് കൂടി അധികം ഇട്ട് വേണം നമ്മൾ ഈ പ്ലീറ്റ്, ഈ കര ഇങ്ങനെ പ്ലീറ്റ് പോലെ ഇട്ടെടുക്കുമ്പം നമുക്ക് വേണ്ട വണ്ണത്തേക്കാൾ 10 ഇഞ്ച് അധികം വേണം. അപ്പം 40 ഇഞ്ചാണ് നമുക്ക് വണ്ണം വേണ്ടതെങ്കിൽ 10 ഇഞ്ച് കൂടി കൂട്ടി 50 ഇഞ്ച് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ അതനുസരിച്ച് നമ്മളിവിടെ ഇങ്ങനെ കര മടക്കുന്നത് നോക്കിക്കണം. ആദ്യം നമ്മളിതിങ്ങനെ ആ ഭാഗം ഉള്ളോട്ട് മടക്കിയിട്ട് എന്നിട്ട് ദേ ഇവിടുന്ന് അങ്ങോട്ട് ഉള്ളോട്ട് അങ്ങ് മടക്കണം. കണ്ടോ? മടക്കിയിട്ട് നമ്മൾ ആ പകുതി അടയാളപ്പെടുത്തിയിടത്തോട്ട് അളന്ന് നോക്കണം. നമുക്ക് 25 ഇഞ്ചാണ് വേണ്ട. 50 ഇഞ്ചാകുമ്പം പകുതിക്ക് 25 വേണം. അപ്പോൾ ആ പകുതിക്ക് 25 ഉണ്ടോ എന്ന് അളന്ന് കറക്റ്റ് ചെയ്ത് നോക്കണം. ഇല്ലെങ്കിൽ നമ്മൾ അതനുസരിച്ച് വീണ്ടും പ്ലീറ്റ് ഇട്ട് കൊടുക്കണം. വീണ്ടും കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനൊരു പ്ലീറ്റ് കൂടി ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്ത് നമ്മളിതിങ്ങനെ അയൺ ചെയ്ത് കറക്റ്റ് ചെയ്ത് വെക്കണം. അപ്പം നല്ല ഭംഗിയായിരിക്കും. കറക്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ അയൺ ചെയ്യണം. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളവിടെ സ്റ്റിച്ച് ചെയ്തെടുത്ത് ഇനി നമുക്ക് അടുത്ത വശം അപ്പുറത്തെ ഭാഗത്തെ കര കൂടി നമ്മളിതുപോലെ പ്ലീറ്റ് ഇട്ടെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യണം. അത് വേണ്ട ഈ കര അകത്താക്കണം. കര അകത്താക്കിക്കൊണ്ട് വേണം നമ്മളിത് ഇങ്ങനെ അങ്ങോട്ട് മടക്കുന്നത്. ഇവിടെ കണ്ടോ, കര അങ്ങ് അകത്താക്കിക്കൊണ്ട് ഇങ്ങനെ മടക്കണം. കണ്ടോ? ഇവിടെയും നമ്മൾ ആ പകുതിക്ക് ഇങ്ങോട്ട് അളന്ന് നോക്കുമ്പോൾ നമുക്ക് 25 ഇഞ്ച് വണ്ണമാണ് വേണ്ടത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ അളന്ന് നോക്കിക്കൊണ്ട് പ്ലീറ്റ് എത്രയാണോ ഇടേണ്ടതെന്ന് വെച്ചാൽ അത് കണക്കാക്കി ഇടണം. ഇട്ടിട്ട് നമുക്ക് ഇതിങ്ങനെ ഇവിടെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ ബാൻഡേജ് വെക്കുമെന്ന് പറഞ്ഞല്ലോ, ആ ബാൻഡേജ് വെക്കുന്നതിന് വേണ്ടി ഒരു 4 ഇഞ്ച് വീതിയിൽ തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ തയ്ച്ചെടുത്ത ആ സെറ്റ് മുണ്ടിൻ്റെ ചീത്ത വശത്ത് വെച്ചുകൊണ്ട് ഈ ബാൻഡേജിൻ്റെ നല്ല വശവും സെറ്റ് മുണ്ടിൻ്റെ ചീത്ത വശവും ചേർത്ത് വയ്ക്കണം. ചേർത്ത് വെച്ചുകൊണ്ട് 1/2 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, അവിടെ ഇങ്ങനെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത് ഇനി ഇതിങ്ങോട്ട് നിവർത്തി വെച്ചുകൊണ്ട് നല്ല വശത്തോട്ട് മടക്കണം. വേണ്ട സെറ്റ് മുണ്ടിൻ്റെ നല്ല വശത്തോട്ട് മടക്കണം. ഇത് മടക്കി ഇങ്ങനെ നല്ല വശത്തോട്ട് മടക്കി വെച്ചുകൊണ്ട് ഈ ഭാഗത്തുകൂടി ഒരു സ്റ്റിച്ച് ചെയ്ത് അങ്ങ് എടുക്കണം.
ഈ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ സെറ്റ് മുണ്ടിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞ് അത് കണ്ടോ. ഇത് ഹുക്ക് വയ്ക്കേണ്ടവർക്കാണെങ്കിൽ അത് ഹുക്ക് വയ്ക്കാം. അതെല്ലാം നമ്മളിങ്ങനെ ഒട്ടിച്ച് വയ്ക്കുമല്ലോ, അതാണ് വയ്ക്കേണ്ടതെങ്കിൽ അങ്ങനെ ചെയ്യാം.